തൊട്ട് 10ാം ക്ലാസ് വരെ ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ചാണ്. ഇനി ഞാൻ പ്ലസ് വണ്ണിലെ സയൻസ് എടുത്തു കഴിഞ്ഞാൽ നല്ല പാടായിരിക്കും എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ട്യൂഷൻ എടുക്കാൻ കാരണം. ഞാൻ സയൻസാണ് എടുക്കുന്നത്. മച്ചാമാരെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് അമ്പാടി എന്നാണ്. ഇപ്പോൾ കുറേ നാളായി കണ്ടിട്ട്, ഒരു 2 മാസത്തോളമായി, 1 മാസത്തോളമായി എന്ന് വിചാരിക്കുന്നു. റിസൾട്ട് എല്ലാം വന്നു. ഇനി പ്ലസ് വണ്ണിലേക്ക് എത്തി. ഇപ്പോൾ പ്ലസ് വൺ ഇനി പഠിക്കണം. ഞാൻ സയൻസാണ് എടുക്കുന്നത്. നിങ്ങൾ ഏതാ വിഷയം എടുക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ പ്രോപ്പറായിട്ട് വീഡിയോ എടുക്കാൻ തുടങ്ങുകയാണ്. എന്ന് വെച്ചാൽ സ്റ്റഡി വ്ളോഗ്സ്. അപ്പം സ്കൂളൊന്നും തുറന്നിട്ടില്ല. സ്കൂള് ജൂലൈ 2-നാണ് തുറക്കുന്നത്. എന്നാലും നമ്മൾ വീഡിയോസ് ഇടുകയാണ്. ഓൺലൈൻ ട്യൂഷനാണ് പ്രിഫർ ചെയ്യുന്നത്. ഓൺലൈൻ ട്യൂഷന് ഞാൻ എഡ്യൂപോർട്ടി ജോയിൻ ചെയ്തു. കാരണം എന്ന് വെച്ചാൽ ഞാൻ 1 തൊട്ട് 10ാം ക്ലാസ് വരെ ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ചതാണ്. ഇനി ഞാൻ പ്ലസ് വണ്ണിൽ സയൻസ് എടുത്തു കഴിഞ്ഞാൽ നല്ല പാടായിരിക്കും എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ട്യൂഷൻ എടുക്കാൻ കാരണം. 10ാം ക്ലാസ്സിൻ്റെ ഒക്കെ അവസാന സമയമൊക്കെ അപ്പോൾ ഞാൻ എഡ്യൂപോർട്ടിൽ ഒരു ഒരു ബൂസ്റ്റർ ബാച്ച് ഞാൻ ജോയിൻ ചെയ്തു. അപ്പോൾ എനിക്ക് അവരുടെ ക്ലാസ്സൊക്കെ എങ്ങനെയാണെന്ന് അറിയാം. പിന്നെ എനിക്ക് അവരുടെ ക്ലാസ് പറയുന്നതൊക്കെ മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ടാണ് പ്ലസ് വണ്ണിൽ ഞാൻ അവരുടെ തന്നെ എടുത്തത്. ജൂൺ 1-ാം തീയതി തൊട്ട് നമ്മൾ പ്രോപ്പറായിട്ട് നല്ല സ്റ്റഡി വ്ളോഗ്സ് ഒക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ ജൂൺ 1-ാം തീയതി തൊട്ടായിരിക്കും നമ്മുടെ ക്ലാസ്. ഇന്ന് ഞാൻ എന്താണ് വീഡിയോ ഇടാത്തതെന്ന് വെച്ചാൽ നമ്മൾ റിസൾട്ട് വരുന്നതിന് മുമ്പ് വീഡിയോ ഇടുന്നത് എനിക്കൊരു ചമ്മലായതുകൊണ്ടാണ്. ഞാൻ വലിയ പഠിപ്പിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അതുകൊണ്ടാണ് ക്ലാസ് തുടങ്ങിയത്. ഇപ്പോൾ ഏകദേശം 2 വീക്സ് ഒക്കെ ആവാറായി. 3 വീക്സ് ആയി. എല്ലാ വിഷയത്തിൻ്റെയും മിക്ക വിഷയത്തിൻ്റെയും 1.5 ചാപ്റ്ററോളം തീർത്തു. അപ്പം ഇതുവരെ പഠിച്ചതിൽ സയൻസ് അത്ര പാടാന്ന് ചോദിച്ചാൽ പാടാണ്. ഇച്ചിരി കഷ്ടപ്പെട്ടാലാണ് കിട്ടത്തുള്ളൂ എന്ന് മനസ്സിലായിട്ടുണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല. എന്നാലും ഇനി ഫസ്റ്റ് ചാപ്റ്റർ എല്ലാം സിമ്പിളായിരിക്കുമല്ലോ. ഇനി സെക്കൻഡ് ചാപ്റ്റർ, തേർഡ് ചാപ്റ്റർ ഒക്കെ ആകുമ്പോഴാണ് ശരിക്കുള്ള പ്ലസ് വണ്ണിനെ കുറിച്ച് നമുക്ക് മനസ്സിലാവുന്നത് തന്നെ. ഇനി എന്ന് വെച്ചാൽ പഠിച്ച ചാപ്റ്ററിൻ്റെ ലൈവ്, ഇനി അല്ലാതെ പഠിക്കുന്ന ചാപ്റ്റേഴ്സ്, പിന്നെ ഞാൻ 6 മിനിറ്റൊക്കെ 5-6 മിനിറ്റൊക്കെയാണ് നമ്മൾ മാക്സിമം ഇടുന്ന വീഡിയോയുടെ ലെങ്ത്ത്. പിന്നെ കൂടുതൽ ഷോർട്സ് ആവാനാണ് സാധ്യത. നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് തീരുമാനിച്ചേക്കുന്നത്. എന്തായാലും നമ്മൾ ജൂൺ 1-ാം തീയതി തൊട്ട് നമ്മളെ ജൂൺ 1-ാം തീയതി വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തോടെ നമ്മളൊരു ഫസ്റ്റ് സ്റ്റഡി വ്ളോഗ് വരുന്നതായിരിക്കും. നമ്മൾ ജൂലൈ 2-ാം തീയതിയാണ്. നല്ല നല്ല എന്തൊക്കെ ഐഡിയാസൊക്കെ ഞാൻ നമ്മൾ ചെയ്തിരിക്കും. ഇനി 10ാം ക്ലാസ്സുകാരുടെ ടിപ്സ് ഒന്നും ഇട്ടിട്ടില്ല. 10ാം ക്ലാസ്സുകാർക്ക് വേണ്ടിയുള്ള ടിപ്സൊക്കെ നമ്മളൊക്കെ ഇട്ടിരിക്കും. എല്ലാം സെറ്റാണ്. ഇനി വരുന്ന 10ാം ക്ലാസ്സുകാർക്ക് ഒരു കുറവുമില്ലാതെ ടിപ്സും ക്വസ്റ്റ്യൻ പേപ്പറും എല്ലാം നമ്മൾ ഫ്രീ ആയിട്ട് കൊടുത്തിരിക്കും. അതൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും പറയാനില്ല. ഈ അവധിക്കാലത്ത് പഠിക്കണമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഞാനീ അഭിനവേക്കയുടെ വീഡിയോ കണ്ടിട്ടാണ് ഈ അവധിക്കാലത്ത് പഠിക്കാമെന്നുള്ളൊരു മൈൻഡ് തന്നെ എടുത്തത്. അവധിക്കാലത്ത് പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ വീട്ടിൽ കളിക്കാനാണ് ഈ വൈകുന്നേരം. ഇവിടെ ഭയങ്കര വെയിലല്ല. അപ്പോൾ ഇങ്ങനെ വൈകുന്നേരം കളിക്കാൻ പോകുമ്പോൾ പിന്നെ അത്രയും സമയം വെറുതെ ഇരിക്കുവാണ്. ചുമ്മാ ഫോൺ നോക്കിയിരിക്കുന്നതിനേക്കാളും നല്ലത് ആ സമയം എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് പഠിക്കുന്നത്, വേറൊന്നും കൊണ്ടല്ല. പിന്നെ പയ്യത്തിന്ന പനിയം തിന്നാന്നാണല്ലോ. അതുകൊണ്ട് പതുക്കെ കുറശേശെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നെക്കുറിച്ച് ആലോചിക്കണ്ടല്ലോ. പതുക്കെ പഠിച്ച് എനിക്ക് ഉറപ്പാണ് എന്തെങ്കിലും അവസാനിക്കാകുമ്പോഴത്തേക്ക് ആവാൻ പറ്റുമെന്ന്. കുറച്ച് നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. ഞാൻ എന്തിനാണ് വീഡിയോ എടുത്തതെന്ന് വെച്ചാൽ ഞാൻ എഡ്യൂപോർട്ടി ജോയിൻ ചെയ്തു. 1.5-2 ചാപ്റ്ററോളം മിക്ക വിഷയം എന്ന് വെച്ചാൽ മാത്സ്, കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി ഈ വിഷയത്തിൻ്റെ തീർത്തു എന്നൊന്ന് പറയാൻ വേണ്ടി. അല്ലെങ്കിൽ പിന്നെ ഞാൻ സ്റ്റഡി വ്ളോഗ്സ് ഇടുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും, ഇത് ഏതാ ചാപ്റ്റർ എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോകുന്നു.